ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പർ സൈഡ് ഡിഷാണ്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ കാൽസ്യവും അയണും ഫൈബറും കൊണ്ടൊക്കെ റിച്ച് ആയിട്ടുള്ള അമരപ്പയർ കൊണ്ടുള്ള തോരനാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അമരപ്പയറിൽ ധാരാളമായിട്ടുള്ള വൈറ്റമിൻസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഈ അമരപ്പയർ കഴിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ അമര വെച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഞാനിപ്പോൾ ഇവിടെ അമരത്തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു 1/4 കിലോയോളം അമരപ്പയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ അമരപ്പയർ ഞാനിവിടെ നന്നാക്കി കഴുകിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് തോരൻ്റെ രീതിക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ 2 സൈഡിലുമുള്ള ചെറിയ നാരുകളുണ്ട്. ആ നാര് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റണം. ഞാനിപ്പോൾ ഇതാ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്കിതിൻ്റെ 2 ഭാഗത്തുമുള്ള ഈ നാരൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് അത് തോരന് വേണ്ടിയിട്ടുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഇതാ ഞാനിവിടെ അമരപ്പയറിൻ്റെ നാരൊക്കെ ഒന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു അമരപ്പയറിനെ തന്നെ ഒന്ന് നടുഭാഗം 1, 2, 3 ആയിട്ട് ചീന്തി കൊടുക്കുന്നുണ്ട്. നീളത്തിൽ ഇങ്ങനെ ചീന്തിയതിന് ശേഷം എല്ലാം കൂടി കൂട്ടി വെച്ച് അരിയാറാണ് ചെയ്യാറ്. നിങ്ങളെങ്ങനെയാണ് അരിയാച്ചാൽ അതുപോലെ അരിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള അമരപ്പയറും നമുക്ക് അരിഞ്ഞെടുക്കാം. അമരപ്പയർ കൊണ്ട് തോരൻ മാത്രമല്ല തീയലും അങ്ങനെ പല വിഭവങ്ങളും ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാ അവിടെ അമരപ്പയർ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അരിഞ്ഞെടുത്തിട്ടുള്ള അമരപ്പയറിനെ നമുക്കൊന്ന് തോരൻ വയ്ക്കാം. തോരൻ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില വേണം, കുറച്ച് പച്ചമുളക്. ഞാനിവിടെ 4 പച്ചമുളകാണ് എരിവിൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ ചീന്തി എടുത്തിട്ടുണ്ട്. നമ്മുടെ തോരനിലേക്ക് എത്ര എരിവ് വേണമെന്നനുസരിച്ചിട്ട് പച്ചമുളകോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു കടായി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ചെറിയുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ചെറിയുള്ളി എത്രത്തോളം ചേർത്താലും നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് വർദ്ധിക്കുന്നതാണ്. ചെറിയുള്ളിക്ക് പകരം വലിയുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചെറിയുള്ളിയാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരപ്പയർ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. അമരപ്പയർ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ തോരൻ തയ്യാറാക്കുന്ന സമയത്ത് വെള്ളം ആഡ് ചെയ്യാതെയും നമുക്ക് തോരൻ തയ്യാറാക്കാവുന്നതാണ്. പക്ഷേ ഞാനിതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത്. അമരപ്പയറിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് തോരന് എത്രത്തോളം ആവശ്യമുണ്ടോ അത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഇതൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ. അതും ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആ വെള്ളം കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. ഇത് 4-5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം, ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. അതിനുശേഷം ഞാനിവിടെ തുറന്നതിന് ശേഷം സ്വല്പം ജീരകപ്പൊടി, ഒരു നുള്ളു ജീരകപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തോരന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. തേങ്ങയും ചേർത്ത് നന്നാക്കി ഇളക്കിയതിന് ശേഷം നമുക്ക് അമരപ്പയർ തോരൻ ഒരു 2 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വെക്കാവുന്നതാണ്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ അമരപ്പയർ തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്.
അതുകൊണ്ട് തന്നെ അമരപ്പയർ തോരൻ നമ്മുടെ ചോറിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഇത് ചോറിൻ്റെ കൂടെയോ അതുപോലെ തന്നെ കഞ്ഞിയുടെ കൂടെയോ ഒക്കെ സേർവ് ചെയ്യാവുന്നതാണ്. ഇനി ഇതാ ഞാൻ ഈ തോരൻ ഒരു സേവിങ് ബൗളിലേക്ക് മാറ്റാണ്. പയറുതോരൻ ഏത് തന്നെ ആയാലും അത് വളരെയധികം ന്യൂട്രീഷ്യസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്